ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് LGSൻ്റെ PYQ സെറ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 7ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 170/2024 അതായത് LGS മാത്സ്. നമുക്കറിയാം 20 മാർക്കാണ് മാത്സ് വരുന്നത്. ഇതിനു മുമ്പ് നമ്മൾ 6ഓളം മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ 6 സെറ്റോളം ചെയ്തിട്ടുണ്ട്. ഇത് 7ാമത്തെ സെറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, പറഞ്ഞിരിക്കുന്നത് വലിയൊരു നമ്പർ തന്നിട്ട് എന്ന സംഖ്യയെ 11 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? വലിയൊരു നമ്പർ തന്നിട്ടുണ്ട്, അതിനെ 11 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം. ഇനി നമുക്ക് ഡിവിസിബിലിറ്റി റൂൾ ഉണ്ട്, ഹരിക്കുന്നതിന് കുറെ നിയമങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ച് വേണമെങ്കിൽ ചെയ്യാം. അതായത് നമുക്കറിയാം, ഇപ്പൊ 2ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ നമ്പറിനെ നമുക്ക് 5 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകും അല്ലെ. ലാസ്റ്റ് 5 വന്നു കഴിഞ്ഞാൽ 5 കൊണ്ട് പോകും, ലാസ്റ്റ് 0 വന്നാൽ 5 കൊണ്ട് പോകും എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ലാസ്റ്റ് വരുന്നത് ഇരട്ട സംഖ്യ ആണെങ്കിൽ 2 കൊണ്ട് ഹരിക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. സെയിം തന്നെയാണ് 11ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത്. ഒരു റൂൾ ഉണ്ട്, അതായത് ഇവിടെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ് നോക്കുക. 7, 5, അടുത്തേതാണ് 3 ഉണ്ട്, 5 ഉണ്ട്, 5 5 10, 7 3 10. അതായത് അതിന്റെ സം എടുക്കുക, ഒന്നിടവിട്ട സംഖ്യകളുടെ സം എടുക്കുക. 7 + 5 + 3 + 5 എന്ന് വരും. അത് എത്ര കിട്ടും? നമുക്ക് 20 കിട്ടും. ഇനി എന്ത് ചെയ്യണം? എഗെയിൻ നമ്മുടെ ഈ ഒന്നിടവിട്ട സംഖ്യകൾ നോക്കുക. 6 4 10 അല്ലെ. 6 + 4 + അടുത്ത് എത്രയാണ് വരേണ്ടത്? 2 എന്ന് പറയുന്നത് എത്ര കിട്ടും? 12. ഇതിന്റെ ഡിഫറൻസ് നോക്കുക. ഇതിന്റെ ഡിഫറൻസ് ഒന്നുകിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ 11. ഈ 2 നമ്പേഴ്സ് ആണെങ്കിൽ ഇതിനെ എന്തുകൊണ്ട് ഹരിക്കാൻ പറ്റും? 11 കൊണ്ട് ഹരിക്കാൻ പറ്റും. നോർമലി ചോദിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരാറ്. താഴെ തന്നിരിക്കുന്നവയിൽ 11 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഏത്? നമ്മളെല്ലാം 4 ഓപ്ഷൻ ഉണ്ടാകും. 4നെയും നമുക്ക് 11 കൊണ്ടൊന്നും ഹരിക്കാൻ പറ്റില്ല. സോ എളുപ്പവഴി എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്ത് നോക്കുക. ഇനി ഇവിടെ നമുക്ക് ശരിക്കും 11 കൊണ്ട് ഹരിച്ച് നോക്കുന്നതിനായിരിക്കും എളുപ്പം. ഇനി എന്താണ് ഇതിന്റെ ഡിഫറൻസ് നോക്കിയാൽ മതി. ഇതിന്റെ ഡിഫറൻസ് എത്രയാണ്? 20 നിന്ന് 12 കുറച്ചാൽ 8 എന്ന് കിട്ടും. സോ ഇവിടുത്തെ റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 8 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇനിയിപ്പോ നമുക്ക് ഇവിടെ കുറക്കുമ്പോൾ കിട്ടുന്നത് 11 കൂടിയ നമ്പർ ആണെന്ന് വിചാരിക്കുക. 12ഓ 13ഓ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? അതായത് ഈ കുറക്കുമ്പോൾ കിട്ടുന്നത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം? എഗെയിൻ അതിനെ 11 കൊണ്ടൊന്ന് ഹരിച്ച് നോക്കിയാൽ മതി. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? അല്ല, ഇത് തന്നെ നമുക്ക് അല്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും? 7 6 5 4 3 2 5 ഈ നമ്പർ ആണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഈസിലി നമുക്ക് 11 കൊണ്ട് ഹരിക്കാൻ പറ്റും. 11ന്റെ ടേബിൾ എന്ന് പറയുന്നത് എളുപ്പമാണ് അല്ലേ. ഇവിടെ എത്ര വരും? 6 വരും, 66 വരും. റിമൈൻഡർ എത്ര വരും? 10, 105 വരും. 11 × 9 ആണ് എത്ര? 99 എന്ന് വരുന്നത് അല്ലെ. ബാക്കി ഇവിടെ എത്ര വരും? 6, 64 വരും. 64 എന്ന് പറയുമ്പോൾ എഗെയിൻ നമുക്കിവിടെ എത്ര വരും? 5. 11 × 5 55 ആണ്. ഇവിടെ കുറക്കുമ്പോൾ നമുക്ക് 93 എന്ന് കിട്ടും. ഇവിടെ എത്രയാണ്? 8 വട്ടം. ഇവിടെ 88 വരും അല്ലെ. കുറക്കുമ്പോൾ 5 52 വരും. എഗെയിൻ നമുക്കിവിടെ 4 വരും. ഇവിടെ എത്രയാണ് വരേണ്ടത്? 44 വരും. ഇവിടെ കുറക്കുമ്പോൾ 8 വരും. ഈ 5 ഇറക്കി എഴുതുക. ഇവിടെ എത്ര വരും? 7 വരും. 11 × 7 77 ആണ്. റിമൈൻഡർ ആയിട്ട് വരുന്നത് 8 ആണ്. ഉണ്ടോ? ഇങ്ങനെയും നമുക്ക് ചെയ്യാം. കാര്യം 11ന്റെ ടേബിളൊക്കെ നമുക്ക് എളുപ്പമാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒരു സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് 12.9 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര? സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണ്? സമഭുജം 3 വശങ്ങളും എന്താണ്? ഇത് x ആണെങ്കിൽ ഇത് x ആണ്, ഇത് x ആണ്. അതാണ് അതിന്റെ മീനിങ്. 3 വശങ്ങളും തുല്യമായിരിക്കും. കാണിക്കുക. അല്ലെങ്കിൽ ഇത് 3ഉം എന്താണ്? തുല്യ വശങ്ങളായിരിക്കും അല്ലെ. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റുമുള്ള അളവാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്താൽ മതി? ചുറ്റളവ് നമുക്കറിയാം. ചുറ്റളവ് എന്ന് പറയുന്നത് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 12.9 ആണെങ്കിൽ ഒരു വശം എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? ഈ 12.9നെ എത്ര വശങ്ങളുണ്ട്? 3 കൊണ്ട് ഹരിച്ചാൽ മതി അല്ലെ. ഇവിടെ എത്രയാണ്? ഇതും കൂടി കട്ടായി പോകും. ഇവിടെ എത്ര വരും? 4 വരും. 4 എന്ന് വരും. ഇനി അടുത്ത എത്ര? 0.3 എന്ന് വരും. 4.3 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. സോ 82 എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഒരു വശം എന്ന് പറയുന്നത് 4.3 ആണ്. നെക്സ്റ്റ് നോക്കാം. ഒരു സംഖ്യയിൽ നിന്ന് 3/8 കുറച്ച് വീണ്ടും 1/8 കുറക്കുമ്പോൾ 5/12 കിട്ടുന്നു. ആദ്യത്തെ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. സംഖ്യ നമുക്ക് x ആക്കി എടുക്കാം. ഓക്കെ, ഒരു സംഖ്യയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? 3/8 കുറച്ച് വീണ്ടും 1/8 കുറക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5/12 കിട്ടും. ഓക്കെ ആണല്ലോ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക?
ഇവിടെ നമുക്ക് എക്സ് മൈനസ് ഒരേ സൈൻ ആണെങ്കിൽ ആഡ് ചെയ്ത് കോമൺ സൈൻ. ഇവിടെയാണ് നിങ്ങൾക്ക് തെറ്റാൻ പോകുന്നത്. നിങ്ങൾ ഒന്നുകിൽ ഇവിടെ 3 കുറച്ച് 2 എഴുതും. അങ്ങനെയല്ല, ഒന്നുകിൽ ഇതിനെ ഇങ്ങനെ ബ്രാക്കറ്റ് ആക്കുക, 3/8 പ്ലസ് 1/8 എന്നാകും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നോക്കിക്കേ, ഇത് പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആകും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ മൈനസ് നമ്മൾ കൺസിഡർ ചെയ്യണം, മൈനസ് പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ എന്ത് വരും, എക്സ് മൈനസ് 4/8 എന്ന് പറയുന്നത് എത്രയാണ്, 5/12 ആണ്. അതായത് എക്സ് എന്ന് പറയുന്നത് ഇവിടെ ഒരു 5/12 ഉണ്ട്. ഈ 4/8 നമുക്ക് കട്ട് ചെയ്ത് 1/2 എന്ന് എഴുതാനായിട്ട് പറ്റും. ഈ -1/2 നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്തായിട്ട് മാറും, +1/2 ആയിട്ട് മാറും. ഓക്കെ, ഇനി എന്താണ് ഇതിനെ ആ ഒരു ഫോർമാറ്റിലേക്ക് എത്തിക്കാനായിട്ട് ഇവിടെ നമുക്ക് *2 കൊണ്ട് ചെയ്താൽ പോരെ, അതായത് *6 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 12 ആകുമല്ലോ ഡിനോമിനേറ്റർ. അപ്പോൾ ഇവിടെ എന്ത് വരും, 5 + 6/12 എന്ന് വരും. അതായത് 11/12 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. 83 എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. 1.25 - 0.25 1.25 + 0.75. നമുക്ക് നോക്കാം. 1.25 നിന്ന് നമുക്ക് എന്ത് മൈനസ് ചെയ്യണം, 0.25 മൈനസ് ചെയ്താൽ ഇവിടെ ബാക്കി എത്ര വരും, 1 വരും. ഓക്കെ, അപ്പൊ മുകളിൽ എത്രയാണ്, 1 ആണ്. താഴെ എത്രയാണ് വരേണ്ടത്, 1.25നോട് നമുക്ക് എന്ത് ആഡ് ചെയ്യണം, 0.75 ആഡ് ചെയ്യണം. 5 5 10 ശിഷ്ടം 1 വരും. 7 3 10 0 ശിഷ്ടം 1 വരും. 1 1 2 ആണ്. സോ ആൻസർ എത്രയാണ്, 2.00 എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0.5നെയാണ് നമ്മൾ 1/2 എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. തുടർച്ചയായ 5 സംഖ്യകളുടെ തുക 510 ആണെങ്കിൽ നടുവിലത്തെ സംഖ്യ ഏത്? ഇതിൽ ആൻസർ ഇല്ല. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ, അതായത് 5 സംഖ്യകൾ എന്ന് പറഞ്ഞ തുടർച്ചയായ 5 സംഖ്യകളാണ്. ഇങ്ങനത്തെ സംഖ്യകളിൽ നടുവിലത്തെ സംഖ്യ എന്ന് പറയുന്നത് ശരിക്കും അതിന്റെ എന്താണ്, ശരാശരി ആയിരിക്കും. അപ്പൊ ഈ നടുവിലത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ പറയുന്ന തുകയെ എന്തുകൊണ്ട് ഹരിക്കണം, എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. സോ തുക എന്ന് പറയുന്നത് 510 ആണ്, എണ്ണം എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, 5ഉം 5ഉം കൂടി കട്ടായി പോകും ഒരു തവണ, 1ലില്ല 0 ഇട്ട് കൊടുക്കുക. 10ൽ എത്ര തവണ, 2 തവണ. സോ 102 ആയിരുന്നു നടുക്ക് വരേണ്ട ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 2 ചതുരങ്ങളുടെ നീളങ്ങൾ യഥാക്രമം 12ഉം 10ഉമാണ്. ഓക്കെ, 2 ചതുരമുണ്ട്, ഒന്നിൻ്റെത് 12 ആണ്, ഒന്നിൻ്റെത് 10 ആണ്. വീതി യഥാക്രമം 6ഉം 8ഉമാണ് എങ്കിൽ അവയുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പരപ്പളവ് ആദ്യം കണ്ടുപിടിക്കാം. പരപ്പളവ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്, L × B ആണ്. അതായത് 12 × 6 എന്ന് വരും. 12 × 6 എന്ന് പറയുമ്പോൾ 72 ആണ് ഏരിയ വരുന്നത്. ഇനി ഇവിടുത്തെ ഏരിയ ആണെങ്കിൽ എന്ത് വരും, 8 × 10 ആണ് അല്ലെ, നീളം ഇൻറ്റു വീതിയാണ്. പരപ്പളവ് വിസ്തീർണം എന്ന് പറയുന്നത് ഇവിടെ 80 വരും. അപ്പൊ നമ്മുടെ അംശബന്ധം എന്ന് പറയുന്നത് എത്രയാണ്, 72:80 ആണ്. അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ ഇവിടെ, ഇല്ല. സോ നമുക്കിതിനെ ഏറ്റവും ചെറിയ ഫോമിലോട്ട് എത്തിക്കാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ 9ന്റെ ടേബിളിൽ പോകില്ലേ, അല്ല 8ന്റെ ടേബിളിൽ പോകില്ലേ, 8ന്റെ ടേബിളിൽ പോകുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ 8 9 72 ആണ്. 9 തവണ 80ൽ എത്ര തവണ, 10 തവണ എന്ന് വരും. 9:10 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 72:80 ഇതിനെ ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 36:40 എന്ന് വരും. എഗെയിൻ നമുക്ക് ഇതിനെ കട്ട് ചെയ്യാം 18:20 എന്ന് വരും. എഗെയിൻ നമുക്ക് കട്ട് ചെയ്യാം 9:10 എന്ന് വരും. എങ്ങനെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 2 × 5 × 7 × 4 × 2 × 5 × 7 എന്നതിൻ്റെ വർഗമൂലം എത്ര, സ്ക്വയർ റൂട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഈ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന വസ്തുത എങ്ങനെയാണ് നമ്മളിങ്ങനെ പെയർ ചെയ്യണം. ഇതിനെ നമുക്ക് 2 എത്രണ്ണം ഉണ്ടെന്ന് എഴുതി വെക്കാം, 2 എണ്ണം ഉണ്ട്. ഓക്കെ, അത് 2 അങ്ങ് ക്യാൻസൽ ചെയ്യാം. നമുക്ക് 5 എത്രണ്ണം ഉണ്ട്, അതും 2 എണ്ണം ഉണ്ട്. ഇൻറ്റു 5 × 5 ഇൻറ്റു ഇവിടെ എത്രയാണ്, 7 2 എണ്ണം ഉണ്ട്. 7 × 7 ഇൻറ്റു ഇവിടെ എത്രയുണ്ട്, 4 ഒരെണ്ണം ഉണ്ട്.
അതായത് നമ്മൾ പറയാണ് റൂട്ട് 36 എന്ന് പറയുന്നത് എത്രയാണ്? 6ആണ്. അതെങ്ങനെയാണ് വരുന്നത്? റൂട്ട് 6 × 6. ഇതിൽ രണ്ടെണ്ണം ഉള്ളതിനെയാണ് നമ്മൾ ഒന്ന് വെളിയിലേക്ക് എടുത്തെഴുതുന്നത്. സോ ഇതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ ഈ രണ്ടെണ്ണം ഉള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം? വെളിയിലേക്ക് എടുത്തെഴുതാം. ഇൻറ്റു ഇവിടെയും രണ്ടെണ്ണം ഉണ്ട്, അതിൽ നമുക്ക് ഒരെണ്ണം വെളിയിലേക്ക് എഴുതാം. ഇൻറ്റു ഇവിടെയും രണ്ടെണ്ണം ഉണ്ട്, അതിൽ ഒരെണ്ണം വെളിയിലേക്ക് എഴുതാം. ഇനി 4 ഒറ്റയാണ്, 4ന് പേരില്ലല്ലോ എന്ന് വിചാരിക്കരുത്. ഈ 4 എന്ന് പറയുന്ന സംഖ്യയെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? അതിനെ ഫാക്ടറൈസ് ചെയ്യാം. ഈ 4നെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? 2 × 2 എന്ന് എഴുതാലോ. സോ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? ഒരു 2 പുറത്തേക്ക് എടുത്ത് എഴുതുക. അല്ലെങ്കിൽ 4ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് റൂട്ട് 4 എന്ന് പറയുന്നത് 2 ആണെന്ന് അറിയാലോ. ഇനിയിപ്പോൾ ആൻസർ എത്രയാണ് വരേണ്ടത്? ഇവിടെ എത്ര വരും? 5 × 2 10 ആണ്. 7 × 2 14. 14 × 10 എന്ന് പറയുന്നത് 140 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 1500 രൂപ പരസ്യവിലയുള്ള ഒരു സാരി 8% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു. അയാൾക്ക് 20% ലാഭം ലഭിക്കുന്നുവെങ്കിൽ സാരിയുടെ യഥാർത്ഥ വില. അപ്പൊ അയാൾ മാർക്കറ്റ് പ്രൈസ് ഇട്ടിരിക്കുന്ന എത്രയാണ്? 1500 രൂപ. ഓക്കെ, അതിന് അയാൾ 8% അയാൾ ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പൊ 1500ന്റെ 8% നമുക്കൊന്ന് ജസ്റ്റ് കണ്ടുപിടിച്ച് നോക്കാം. 15 × 8 എന്ന് പറയുമ്പോൾ എത്രയാണ് വരേണ്ടത്? 120. അതായത് 1500 രൂപ വില ഇട്ടിട്ട് അയാൾ 120 രൂപ കുറച്ചു കൊടുത്തു. അപ്പൊ അയാൾ വിറ്റ വില എത്രയായിരിക്കും? ഓക്കെ, ഇത് നമ്മുടെ മാർക്കറ്റ് പ്രൈസ് ആണ്. അയാൾ വിറ്റത് എത്ര രൂപയ്ക്ക് ആയിരിക്കാം? ഓക്കെ, അപ്പൊ നമ്മുടെ വിറ്റ വില എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ഈ പറയുന്ന 1500 രൂപയിൽ നിന്ന് ഈ പറയുന്ന 120 രൂപ അങ്ങ് കുറക്കുക. അപ്പൊ നമുക്ക് കിട്ടും 1380 രൂപയ്ക്കാണ് അയാൾ വിറ്റതെന്ന് മനസ്സിലായില്ലേ? പക്ഷെ എന്നിട്ടും അയാൾക്ക് എന്ത് സംഭവിച്ചു? 20% ലാഭം ലഭിച്ചു. 1380 രൂപയ്ക്ക് വിറ്റപ്പോൾ അയാൾക്ക് എത്ര ലാഭം കിട്ടി? 20%. അതായത് 20 എന്ന് പറയുമ്പോൾ നമ്മളൊരു വസ്തുതയെ ടോട്ടലായിട്ട് നമ്മൾ എപ്പോഴും 100 പറയും. 20% ലാഭം എന്ന് പറയുമ്പോൾ ഈ 1380 എന്ന് പറയുന്നത് 120% ഈ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ യഥാർത്ഥ വില 100% എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ക്രോസ് ചെയ്യുക. രണ്ടെണ്ണമുള്ളതിനെ മുകളിൽ എഴുതുക, ഒരെണ്ണമുള്ളതിനെ താഴെ എഴുതുക. 0 0 കൂടി കട്ടായി പോകും. ഇനി എന്താണ്? 1380 ഡിവൈഡഡ് ബൈ 12 എന്ന് വരും അല്ലെ. നമുക്കിവിടെ എങ്ങനെ വേണമെങ്കിൽ ഇതിനെ കട്ട് ചെയ്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ആൻസർ 1150 എന്നുള്ളതാണ്. നമുക്കിവിടെ എന്ത് ചെയ്യാം? ഇതിന് 2 കൊണ്ട് കട്ട് ചെയ്ത് ഇവിടെ 5 വരും, ഇവിടെ എത്ര വരും? 6 വരും. ഇനി അഗെയിൻ നമുക്ക് ഇതിന് 3 കൊണ്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് വന്നാൽ മതി. 1250 രൂപയായിരുന്നു യഥാർത്ഥ വില. അപ്പൊ നോക്കിക്കേ, ശരിക്കും നമ്മൾ കടകളിലൊക്കെ ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലാഭം നോക്കി അങ്ങ് മേടിക്കും അല്ലെ, ഡിസ്കൗണ്ട് നോക്കിയിട്ട്. അപ്പൊ അതായത് 1250 രൂപ വിലയുള്ള ഒരു സാരി അയാൾ എന്ത് ചെയ്തു? 1500 രൂപയാക്കി മാർക്കറ്റ് പ്രൈസ് ഇട്ടു. ഓക്കെ, ഇതെന്താണ്? അതിന്റെ കോസ്റ്റ് പ്രൈസ് ആണ് അല്ലെ. എന്നിട്ട് അയാൾ എത്രയ്ക്കാണ് വിറ്റത്? സെല്ലിംഗ് പ്രൈസ് എത്രയായിരുന്നു? 1380. ശരിക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഇതാണ് അയാളുടെ ലാഭം. ഇത് അതിന്റെ ഇടയ്ക്ക് അയാൾ ഇട്ടിരിക്കുന്ന ഒരു വില മാത്രമാണ്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് നോക്കാം. +8 × +12 ഡിവൈഡഡ് ബൈ +4 × -6 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ജസ്റ്റ് ഈ പ്ലസ് എന്ന് പറയുന്ന സിമ്പിൾ അത് പ്ലസ് ആണ്, അതായത് നെഗറ്റീവ് സൈൻ അല്ല എന്നുള്ളത് മാത്രം ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഈ പ്ലസ് ഇതാണ് നമുക്കവിടെ ഇമ്പോർട്ടൻസ്. +8 എന്ന് പറഞ്ഞാൽ അത് 8 ആണ്. 8 × 12 ഡിവൈഡഡ് ബൈ 4 × എത്രയാണ്? -6. ഇതാണ് തന്നിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? ബോർഡ് മാസ് റൂൾ വെച്ച് കഴിയുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണം. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ബോർഡ് മാസ് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഡിവിഷൻ ചെയ്യുമ്പോൾ എത്ര വരും? 8 × 12 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 3 ആണ്, ഇൻറ്റു -6 എന്ന് വരും. 8 3 24 ഇൻറ്റു -6 എന്ന് പറയുന്നത് -144 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. 160 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 200 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം നിൽക്കുന്ന ഒരാളെ 8 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു. പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് ട്രെയിൻ എടുത്ത സമയം എത്ര? അതായത് ഇവിടെ 2
ടൈപ്പിലാണ് പ്രോബ്ലം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നോർമലി ചെയ്യുന്നതാണ്. എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? സമയമാണ് അല്ലെ. സമയം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? സമയം എന്ന് പറയുന്നത് എന്താണ്? ഇക്വേഷൻ ദൂരം ബൈ വേഗത. ഇതിനെയാണ് നമ്മൾ സമയം എന്ന് പറയുന്നത് അല്ലെ. എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്? ട്രയാങ്കിൾ വെച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഡിസ്റ്റൻസ് ടൈം സ്പീഡ്. ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്, ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ നമുക്ക് സ്പീഡ് നമുക്ക് അറിയില്ല. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? സ്പീഡ് കണ്ടുപിടിക്കണം. ഇവിടെ ഈ ട്രെയിനിന്റെ പ്ലാറ്റ്ഫോമിന്റെ നീളം അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് സെക്കൻഡ് കേസിൽ മതി. നമ്മളോട് ആദ്യം പറഞ്ഞിരിക്കുന്നത് 160 മീറ്റർ നീളമുള്ള ട്രെയിൻ അയാളെ കടന്നു പോകാനായിട്ട് എടുത്ത സമയം. അപ്പൊ നമുക്കറിയാം വേഗത കണ്ടുപിടിക്കണം. വേഗത കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? ദൂരം ബൈ സമയം. ഇവിടെ ദൂരം എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളം മാത്രം നമ്മൾ എടുത്താൽ മതി. സോ ട്രെയിനിന്റെ നീളം 160 ആണ്, ഡിവൈഡഡ് ബൈ സമയം എന്ന് പറയുന്നത് 8 ആണ്, 20 ആണ്. അപ്പോൾ എന്ത്? വേഗത 20 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സമയമാണല്ലോ. ഇവിടെ സമയം എടുക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ദൂരം ബൈ വേഗതയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവിടത്തെ ദൂരവും എത്രയാണ്? ട്രെയിനിന്റെ നീളം നോക്കിയാൽ മതിയല്ലേ എന്ന് വിചാരിക്കരുത്. പ്ലാറ്റ്ഫോം, പാലം, അങ്ങനെയുള്ള അതായത് ലെങ്തി ആയിട്ടുള്ള ഒബ്ജക്ട്സ് വരുവാണെങ്കിൽ ദൂരം എന്ന് പറയുന്നത് അത് രണ്ടും കൂടി വേണം നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട്. ഡിവൈഡ് ബൈ വേഗത എത്രയാണ്? 20. സോ ഇവിടെ എത്ര വരും? 360 ഡിവൈഡ് ബൈ 20 എന്ന് വരും. എത്ര വരും? 18 സെക്കൻഡ് സമയമാണ് ആ ട്രെയിൻ എന്ത് ചെയ്യാനുള്ളത്? പ്ലാറ്റ്ഫോം കടന്നു പോകാൻ, അതേപോലെ പാലം കടന്നു പോകാൻ. ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഓർക്കുക, ട്രെയിനിന്റെയും പ്ലാറ്റ്ഫോമിന്റെയും നീളം നിങ്ങൾ തമ്മിൽ എന്ത് ചെയ്യണം? നമ്മൾ കൂട്ടിവെക്കണം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. 1, 8, 27, 64, 125. ഈ ഒരു പാറ്റേൺ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവണം ഇത് 1ന്റെ ക്യൂബ് ആണെന്നും, ഇത് 2ന്റെ ക്യൂബ് ആണെന്നും, ഇത് 3ന്റെ ക്യൂബാണ്, ഇത് 4ന്റെ ക്യൂബാണ്, ഇത് 5ന്റെ ക്യൂബാണ്. നെക്സ്റ്റ് പറയേണ്ടത് 6ന്റെ ക്യൂബ് 216 ആണെന്ന് നമുക്ക് മനസ്സിലാവണം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വിട്ടുപോയത് കണ്ടുപിടിക്കുക. 9 എത്ര കൂട്ടുമ്പോഴാണ് 11 കിട്ടുന്നത്? 2 കൂട്ടുമ്പോൾ. 11 4 കൂട്ടുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 15 കിട്ടും. ഇവിടെ 29 10 കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 39 കിട്ടുന്നത്. ഇനി ഇടയ്ക്ക് നമുക്കൊരു ഇരട്ടസംഖ്യകൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യണം? 6 കൂട്ടണം, അവിടെ നിന്ന് എന്ത് ചെയ്യണം? 8 കൂട്ടണം. ആ ഒരു പാറ്റേൺ നമുക്ക് ആദ്യം നോക്കാം. 15 6 കൂട്ടുമ്പോൾ നമുക്ക് 21 കിട്ടും. 21 8 കൂട്ടും, 29 കിട്ടി. ഓക്കെ, ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. ഈ വൈ ഈ 828 ARM എന്ന് പറയുന്ന 639 എങ്കിൽ ഈ AR എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ജസ്റ്റ് ഒന്നുമില്ല. ഇവിടെ ഇ എന്ന് പറയുന്നത് 8 ആണ്, ഇവിടെ ഇത് 2 ആണ്, ഇവിടെ 8 ആണ്. ഇവിടെ എ എന്ന് പറയുന്നത് 6 ആണ്, ആർ എന്ന് പറയുന്നത് 3 ആണ്, എം എന്ന് പറയുന്നത് 9 ആണ്. അങ്ങനെയാണെങ്കിൽ ഇ എന്ന് പറയുന്നത് 8 വരണം, എ എന്ന് പറയുന്നത് 3 വരണം, ആർ എന്ന് പറയുന്നത് എത്രയാണ്? എ എന്ന് പറയുന്നത് 6 ആണ് അല്ലെ, സോറി, എ എന്ന് പറയുന്നത് 6. AR അല്ലേ. ഇനി 6 എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അപ്പൊ എത്ര വരും? 863. ഓപ്ഷൻ സി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. ബാബു എ എന്ന സ്ഥലത്ത് നിന്നും യാത്ര പുറപ്പെട്ടു. ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന പോയിന്റ്. എ എന്ന സ്ഥലത്ത് നിന്ന് യാത്ര പുറപ്പെട്ട് എത്രയാണ്? 6 കിലോമീറ്റർ കിഴക്കോട്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? നോർത്തും സൗത്തും ഈസ്റ്റും വെസ്റ്റ് അല്ലൊക്കെ നോക്കണ്ടേ? ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. ഓക്കെ, അവിടെ നിന്ന് കിഴക്കോട്ട് 6 കിലോമീറ്റർ പോയി. എന്നിട്ട് എവിടെ എത്തി? ബിയിലെത്തി. അപ്പൊ ഇത്രയും എത്രയാണ്? 6 കിലോമീറ്റർ ആണ്. എന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞ്, ഈ ഇടത്തും വലത്തും പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, വലത്തോട്ടെന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്ന ഒരു സൂചി നമ്മൾ കറങ്ങുന്നത് എങ്ങനെയായിരിക്കും? മുകളിലോട്ടാണോ കറങ്ങണം? അല്ല, ഇവിടെ 3 മണിയാണെങ്കിൽ സൂചി നേരെ താഴോക്കല്ലേ കറങ്ങുന്നത്. അതെപ്പോഴും വലതുവശത്തേക്കാണ് സൂചി തിരിയുന്നതെന്ന് ഓർക്കുക. അപ്പൊ ഇടത്തോട്ടെന്ന് പറയുമ്പോൾ എങ്ങോട്ടേക്കായിരിക്കും? നേരെ ഓപ്പോസിറ്റ് നോക്കിയാൽ മതി. ഇടത്തോട്ട് എത്ര പോയി? 3 കിലോമീറ്റർ പോയിട്ട് എവിടെ എത്തി? സിയിലെത്തി. വീണ്ടും ഇടത്തോട്ട്, കണ്ട, ഇത് ഇങ്ങനെ ഇരിക്കുന്ന ക്ലോക്ക് സൂചിയാണെങ്കിൽ ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങോട്ടാണ്. വലത്തോട്ടെന്ന് പറയുമ്പോൾ ഇപ്പൊ ഇങ്ങോട്ടാണ്. ഇടത്തോട്ടെന്ന് പറയുമ്പോൾ നേരെ ഇങ്ങോട്ടേക്കായിരിക്കും. 6 കിലോമീറ്റർ പോയി എവിടെ എത്തി? ഡിയിലെത്തി. ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് എയും ഡിയും തമ്മിലുള്ള അകലമാണ്. ഇത് രണ്ടും 6 ആയതുകൊണ്ട് ഈ അകലം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് എത്രയായിരിക്കും? 3 കിലോമീറ്റർ ആയിരിക്കും. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം.
ഒരു വരിയിൽ അഞ്ജുവിന്റെ സ്ഥാനം മുന്നിൽ നിന്ന് 11ാമത്തെ ആളും പുറകിൽ നിന്ന് 7ാമത്തെ ആളും. നമുക്കറിയാം ടോട്ടൽ എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ലെഫ്റ്റ് പ്ലസ് റൈറ്റ് -1 ചെയ്താൽ മതി. ലെഫ്റ്റ് എന്ന് പറയുന്നത് 11 + 7 - 1, അതായത് 18 - 1 17 പേരാണ് ആ വരിയിലാകെ ഉള്ളതെന്ന് പറയുന്നത്. എന്താണ് ടോട്ടൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ലെഫ്റ്റ് പ്ലസ് റൈറ്റ്, ലെഫ്റ്റിൽ നിന്നും അയാളുടെ പൊസിഷൻ കൂട്ടുക. കാര്യം അയാളെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നമ്മൾ 2 വട്ടം അയാളെ ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം? 1 നമുക്ക് കുറക്കണം. നെക്സ്റ്റ് നോക്കാം. 2.02 ഡിവൈഡഡ് ബൈ 202 എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ എത്രയാ? പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ഉണ്ട്. ഇവിടെ എത്രയാണ്? പോയിന്റ് കഴിഞ്ഞ് ഡിജിറ്റ് ഒന്നുമില്ല, 0 ആണ്. സോ നമുക്ക് പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് മതി. ഓക്കെ, പോയിന്റ് കഴിഞ്ഞ് ഇവിടെ നോക്കിക്കേ, 2 ഡിജിറ്റ്. ഇവിടെ ലാസ്റ്റ് 0 വന്നാൽ അതിന് വാല്യൂ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇവിടെ ആൻസർ എത്രയായിരിക്കണം? 2 ഡിജിറ്റുകൾ ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഇവിടെ 3 ഉണ്ട്, ഇവിടെ 1 ഉള്ളൂ, ഇവിടെ 3 ഉണ്ട്. അപ്പൊ ആൻസർ എത്ര വരും? 0.01 ആണ്. ഇനി അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും കൂടി കാണിച്ചു തരാം. 2.02 ഡിവൈഡ് ബൈ 202 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ 0 മാറ്റാനായിട്ട് ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ഉണ്ടല്ലോ, അവിടെ നമ്മൾ എന്ത് ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, എളുപ്പമാണത്. അപ്പോൾ ഇവിടെ മുകളിലത്തത് പോയിന്റ് അങ്ങ് മാറിക്കിട്ടും. 202 ഡിവൈഡഡ് ബൈ 202 2 0 കൊണ്ട് ഇട്ട് കൊടുക്കുക. ഇതും കൂടി കട്ടായി പോകും. ബാക്കി ഇവിടെ എത്ര വരും? അല്ലെ, ഒരു തവണയല്ലേ, അപ്പൊ 1/100 എന്ന് കിട്ടും. 1/100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.01 നമ്മൾ 1/100 എന്ന് പറയുന്നത്. സോ 0.01, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇവിടെ 0 ഇട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ലാസ്റ്റ് 0 ഇട്ടാലും എത്ര 0 ഇട്ടാലും അതിന് വാല്യൂ ഇല്ല, അതുകൊണ്ടാണ് ഇവിടെ 0.010 ആൻസർ ആയിട്ട് വരുന്നത്. x/y 4/3, y/z 6/5, x/z എത്ര? x/y എത്രയാണ്? 4/3. ഇനി നമുക്ക് വേണ്ടത് എത്രയാണ്? x, y, z. ഇത് ചെയ്യാനുള്ള എളുപ്പവഴി ഇതാണ്. എക്സും y z നിരത്തി അങ്ങ് എഴുതുക. x/y എടുത്തെഴുതുക. y/z എന്ന് പറയുമ്പോൾ നേരെ y-യുടെ താഴത്താണ് എഴുതേണ്ടത്. y/z 6/5 എഴുതുക. ഇനി എന്ത് ചെയ്യണം? ഈ ഒരു പ്ലേസ് വേക്കന്റ് ആണല്ലോ, ഈ 2 പ്ലേസ് ആണല്ലോ വേക്കന്റ് ആയിട്ട് വരുന്നത്. തൊട്ട് മുമ്പുള്ള നമ്പർ ഏതാണോ അത് അവിടെ റിപ്പീറ്റ് ചെയ്യുക. ഇവിടെ എന്താണ്? തൊട്ട് മുമ്പ് നമ്പർ ഒന്നും ഇല്ല, സോ അത് കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത നമ്പർ ഏതാണോ അത് അങ്ങ് റിപ്പീറ്റ് ചെയ്താൽ മതി. 6 × 4 എത്രയാ? മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി വെക്കുക. 6 × 3 18, 5 × 3 എത്രയാണ്? 25. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? എക്സും ഇസഡും തമ്മിലുള്ളതാണല്ലോ. 5 × 3 15, 25 അല്ല 15. അപ്പോൾ ഇവിടെ എത്രയാണ്? 24:15 വരും. അങ്ങനെ ഒന്ന് ആൻസർ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? അഗെയിൻ നമുക്ക് ഇതിനെ 3 കൊണ്ട് കട്ട് ചെയ്യാം അല്ലെ. 8:5 എന്ന് വരും. 3 15, 3 24. ഇതും അതിന്റെ ആൻസർ ആയിട്ട് വരാം. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? കട്ട് ചെയ്ത ഫോർമാറ്റിലല്ല അവർ തന്നിരിക്കുന്നത്. സോ 24:15 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പൊ എന്താ പറഞ്ഞത്? x/y/z. ഇവിടെ നമ്മൾ 4:3 എഴുതി. ഇവിടെ എന്തെഴുതി? 6:5 എഴുതി. വേക്കന്റ് പ്ലേസിൽ എന്ത് ചെയ്യുക? തൊട്ട് മുമ്പുള്ള നമ്പർ വേക്കന്റ് പ്ലേസിൽ എഴുതുക. ഇവിടെ അതിന് ശേഷം ഒന്നുമില്ല, അതിന് തൊട്ട് കഴിഞ്ഞിട്ടുള്ള നമ്പർ എഴുതുക. അപ്പൊ 6 വരും. ഉണ്ടാ. നെക്സ്റ്റ് നോക്കാം. ഇപ്പോൾ വാച്ചിൽ 12 മണി, ക്ലോക്കിൽ 12:15 ആകുന്നതിന് എത്ര സെക്കൻഡ് കഴിയണം? 12:15 എന്ന് പറയുമ്പോൾ എത്രയാണ്? 15 സെക്കൻഡ് ആണോ? അല്ല, 15 മിനിറ്റ് ആണ് നമുക്ക് എന്ത് പറയുന്നത്? 12:15 എന്ന് പറയുന്നത്. 12 മണി 15 മിനിറ്റ്. സോ 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് എത്രയാണ്? അത് 60 സെക്കൻഡിനെയാണ് നമ്മൾ 1 മിനിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ 15 × 60, 900 സെക്കൻഡ് ആണ് കഴിയേണ്ടത്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അബുവിന്റെ പ്രായം മകൻ അബുവിന്റെ ഇപ്പോഴത്തെ പ്രായം എന്താന്നാ പറഞ്ഞിരിക്കുന്നത്? മകന്റെ പ്രായത്തിന്റെ 4 മടങ്ങാണ്. സോ മകനെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മകന്റെ വയസ്സിനെ നമുക്ക് എക്സ് ആക്കി എടുക്കാം. അബുവിന്റെ വയസ്സ് എത്രയായിരിക്കും? അബുവിന്റെ വയസ്സ് 4 മടങ്ങാണെന്നാ പറഞ്ഞിരിക്കുന്നത്. സോ 4x ആയിരിക്കും. ഇനി എന്താ? 4 വർഷം മുമ്പ് മകനിപ്പോ 10 വയസ്സാണെങ്കിൽ 4 വർഷം മുമ്പ് അവൻ എത്രയായിരിക്കും? 10 - 4 6 വയസ്സാണ്. അപ്പൊ അവന്റെ വയസ്സ് ഇപ്പൊ എക്സ് ആണെങ്കിൽ 4 വർഷം മുമ്പ് അവന്റെ വയസ്സ് x - 4 ആണ്. അബുവിന്റെ വയസ്സ് എത്രയായിരിക്കും? 4x - 4 ആയിരിക്കും അബുവിന്റെ വയസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് അറിയാവുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? 4 വർഷം മുമ്പ് അബുവിന്റെ വയസ്സ് എന്ന് പറയുന്നത്
മകന്റെ വയസ്സിന്റെ 7 മടങ്ങാണ്. മകന്റെ വയസ്സ് ഇതാണല്ലോ, 7 മടങ്ങാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ നോക്കാം 4x മൈനസ് 4 എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരും? 7x മൈനസ് 28 എന്ന് വരും. നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇവിടെ ഒരു -4 ഓൾറെഡി ഉണ്ടായിരുന്നു, പ്ലസ് 28 എന്ന് വരും. ഇവിടെ എത്രയാണ്? ഇവിടെ ഒരു 7x ഉണ്ട്, പ്ലസ് 4x ഇപ്പുറം വരുമ്പോൾ -4x ആകും. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ സൈൻ ഇട്ട് കൊടുക്കുക, 24 എന്ന് വരും. 7xൽ നിന്ന് 4x കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 3x ആണ്. അപ്പൊ x എന്ന് പറയുന്നത് 24 ഡിവൈഡഡ് ബൈ 3 ആണ്, അതായത് 8 ആണ് എക്സിന്റെ വാല്യൂ. ഓക്കെ, അപ്പൊ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? മകന്റെ വയസ്സ് നമുക്ക് കിട്ടി 8 ആണെന്ന്. മകന്റെ വയസ്സ് 8 ആണെങ്കിൽ അപ്പുവിന്റെ വയസ്സ് എത്രയാണ്? 4 മടങ്ങ് 32 ആയിരിക്കും. 4 വർഷം മുമ്പ് എത്രയായിരിക്കും? ഇവിടെ 4 ആയിരിക്കും. അപ്പൊ ഇവിടെ എത്രയാണ്? ഇവിടെ 28 ആണ്. നോക്കിക്കേ, 4 × 7 അല്ലേ, 74 അല്ലേ 28, 7 മടങ്ങ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയില്ലേ? ഇതാണ് നമ്മുടെ വയസ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പോഴത്തെ അബുവിന്റെ വയസ്സാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 32 ആണ്. ഒരു അല്ലെ ബോക്സ് വന്നിരിക്കുവാണ്. ഇവിടെ 3, ഇവിടെ 8, ഇവിടെ 4, ഇവിടെ 96 ഉണ്ട്. ഇവിടുത്തെ ലോജിക്ക് എന്താണെന്ന് നമുക്ക് നോക്കണം. ഇവിടെ നോക്കി 6 × 4 24 ആണ്. 24 × 1 എന്ന് പറഞ്ഞാൽ 24 ആണ്. 8 × 3 24 ആണ്. 24 × 4 ആണ് 96. അതായത് ഇവിടെ തമ്മിൽ എന്ത് ചെയ്യുന്നു? 8 × 3 × 4 ആണ് ഈ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ്? 6 × 4 × 1 ആണ് ഈ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ എത്ര വേണം? 8 × 9 72. അപ്പൊ ഇവിടെ എത്ര വേണം? 8 × 9 ഇവിടെ ഓൾറെഡി നമുക്ക് ഇപ്പൊ തന്നെ 72 ആയി അല്ലെ? ഇനി എന്ത് വേണം? ഒരു ഒന്നും കൂടി മതി. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. 20 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ സീരീസിൽ 7 ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടുണ്ട്. 7 ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ ഏകദേശം 140ഓളം മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്